ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജു വാലറ്റ്. നമ്മളിന്ന് ഈക്വിലിബ്രിയം എന്ന് പറയുന്ന ഹെവി വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ കുറേ വർഷങ്ങളായിട്ട് 9 മാർക്കിനാണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. 3 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളത്. അപ്പോൾ 3 ചോദ്യം ഒരു 3 മാർക്ക് വെച്ച് 9 10 മാർക്കിനാണ് ഈ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്നത്തെ ഈ വീഡിയോ മാത്രം ശ്രദ്ധിച്ച് കണ്ട് പഠിച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പാഠത്തിൽ നിന്ന് വരാറുള്ളൂ. നിങ്ങൾ ഈക്വിലിബ്രിയം ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഈ പാഠം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഇതേ ചോദ്യങ്ങളാണ് ഒരു 10-11 വർഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് അതേപോലെ വരുന്നുണ്ട്, ചിലത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ ഈക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ ഫുള്ള് നിങ്ങളെ കയ്യിലായി എന്ന് തന്നെ പറയാം. വേറെ ഒന്നും തന്നെ എക്സ്ട്രാ പഠിക്കേണ്ടതില്ല. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ റെഡി ആയിട്ടിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക. അല്ലാതെ മനസ്സ് ഡീവിയേറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറെ വീഡിയോസ് സ്ക്രോൾ ചെയ്തിരുന്നാൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പാഠം നമ്മളിപ്പോൾ ഒരൊറ്റ മണിക്കൂറോട് നമ്മൾ ഫുൾ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി ശ്രദ്ധിച്ചിരിക്കുക പറയുന്ന കാര്യങ്ങൾ. ഇത് പഠിക്കാൻ സംഭവം ഇത് സിമ്പിളാണ്, വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാനും ചിലരൊക്കെ ഇത് കാണാപ്പാഠം പഠിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, മനസ്സിലാക്കി പഠിച്ചാലേ എന്ത് വന്നാലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈക്വിലിബ്രിയമാണ് കേട്ടോ. സോ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കടക്കുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പ്, അതിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചില ചോദ്യങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് നമുക്കത് ആദ്യം നോക്കാം. ഓക്കെ, ചില തിയറി ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാഠം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഇതൊപ്പം പഠിക്കാൻ നോക്കുക. ഒന്നാമത്തെ കാര്യമാണ് എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, ഏതൊക്കെയാണ് സ്ട്രോങ് ഏതൊക്കെയാണ് വീക്ക്, ഇതറിയണം. ഈ പാഠം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. സ്ട്രോങ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ HCl, HNO3, H2SO4 ഇതെല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. H വെച്ച് തുടങ്ങുന്നത് എന്ന് ആലോചിച്ചാൽ മതി. H വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, HCl, HNO3, H2SO4 അതെല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. ഇനി NaOH, KOH, H വെച്ച് തുടങ്ങാത്ത ഇത്തരം ആൾക്കാർ OH നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ H നോക്കുക, H വെച്ച് തുടങ്ങുന്നത് സ്ട്രോങ് ആസിഡ്സും OH വെച്ച് അവസാനിക്കുന്നത് സ്ട്രോങ് ബേസസും ആണ്. ഇനി ഇതിൽ തന്നെ വീക്കായിട്ടുള്ള ആസിഡ്സ് ഉണ്ട്, വീക്കായിട്ടുള്ള ബേസ് ഉണ്ട്. അതിൽ CH3COOH, HCOOH ഇങ്ങനെ COOH എന്ന് പറയുന്ന ആൾക്കാരെ വീക്ക് ആസിഡ്. ഇനി വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, NH4OH എന്നൊക്കെ പറയുന്നത് വീക്ക് ബേസ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഈ ഒരു പേരുകൾ ആരാ സ്ട്രോങ് ആരാ വീക്ക് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ഇതെവിടെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ ചോദ്യപേപ്പർ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്ത നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്താണ് അരീനിയസ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ലൂയിസ് കൺസെപ്റ്റ്സ്. ഇതിൽ അരീനിയസ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരീനിയസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറഞ്ഞാൽ H+ അയോൺസുകളെ കൊടുക്കുന്നവരാണ്. H+കളെ കൊടുക്കുന്ന ആൾക്കാരാണ് ആസിഡ്സ്. H+ന് പകരം OH- കൊടുക്കുന്നവരാണ് ബേസ്. അപ്പോൾ അരീനിയസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരാണ്. H+ കൊടുത്താൽ ആസിഡ്, OH- കൊടുത്താൽ അത് ബേസ്. ഇതാണ് അരീനിയസ് കൺസെപ്റ്റ്. ഓർത്ത് വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒന്നുകൂടി റിവൈസ് ആവും കേട്ടോ. ഇനി ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോൺ പെയറുകളെ, അതായത് ഇലക്ട്രോൺ പെയർസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ്, ഇതാണ് ഒരൊറ്റ പെയർ. ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവരാണ് ആസിഡ്. ഓക്കെ, ലൂയിസ് കൺസെപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസുകളെ വാങ്ങുന്ന ആൾക്കാരാണ് ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്. ഇനി ഇലക്ട്രോൺ പെയറുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസുകളെ കൊടുക്കുന്ന ആൾക്കാർ, ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബേസ്. ഇത് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ് അരീനിയസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ലൂയിസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന അടുത്ത ചോദ്യമാണ് എന്താണ് pH. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ദ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. നെഗറ്റീവ് എഴുതുക,
ലോഗരിതം കൊടുക്കുക, കോൺസെൻട്രേഷൻ. ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ എന്നാണ്. ഡെഫിനിഷൻ പഠിക്കണം, ഇക്വേഷനും പഠിക്കണം. അതുപോലെ എന്താണ് കോമൺ അയോൺ എഫക്റ്റ്? നമ്മളെ കയ്യിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ആ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ നേരത്തെ തന്നതിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നതിലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിലെ ഒരാളാണ് CH3COOH. അപ്പോൾ CH3COOH എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഇതാ ഡിസോസിയേറ്റ് ചെയ്തു, രണ്ടാളായി മാറി. CH3COOയും Hഉം. ഓക്കെ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവായിട്ട് 2 പീസായിട്ട് മാറി. ഇതിലെ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ആഡ് ചെയ്യും. ഈ CH3COO വെച്ച് തുടങ്ങുന്ന ആൾ വേണം ആഡ് ചെയ്യാനായിട്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക. അപ്പോൾ CH3COO വെച്ച് തുടങ്ങണ CH3COON അതും ഇതേപോലെ 2 പീസായിട്ട് മാറും. അപ്പോൾ ഈ CH3COOയുടെ എണ്ണം കൂടും. ഇങ്ങനെ എണ്ണം കൂടുക, ഈ ഒരാളുടെ എണ്ണം കൂടുന്നതാണ് കോമൺ അയോൺ. കോമൺ ആയിട്ട് ഒരാൾ കൂടുക. അപ്പോൾ കോമൺ അയോൺ എഫക്റ്റും ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ. ഇതിങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തു, അത് നമ്മൾ കുറയ്ക്കുക. അതായത് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2 പീസായി മാറി, അതിന് നമ്മൾ സപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരാളെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ആണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ. എങ്ങനെ? ബൈ ദ അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വീക്കായിട്ടുള്ള ഒരാളിലേക്ക്, ഇതാണ് വീക്ക്, അത് ഡിസോസിയേറ്റ് ചെയ്തു, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി, ഈ ഡിസോസിയേഷൻ കുറയ്ക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ആഡ് ചെയ്യുന്നു, ഇതിൻ്റെ എണ്ണം കൂട്ടുന്നു. കോമൺ ആയിട്ടുള്ള ഒരാൾ ഇതിലുണ്ടാവും. ഇത് പഠിച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഇനി ഒരുപാട് തവണ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബഫർ സൊല്യൂഷൻ എന്താണ്? ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് pH കൂടാൻ പാടില്ല. ബഫർ സൊല്യൂഷൻസ് ഒരിക്കലും തൻ്റെ pH കൂടാനോ കുറയ്ക്കാനോ സമ്മതിക്കില്ല. ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിർക്കുക, വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH ഓൺ ഡൈല്യൂഷൻ, ഒന്നെങ്കിൽ ഡൈല്യൂഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വിത്ത് അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ഇസ് കോൾഡ് ബഫർ സൊല്യൂഷൻ. ഒന്നെങ്കിൽ ഡൈല്യൂഷൻ, കുറച്ച് വെള്ളം ചേർത്തിട്ടോ, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ആസിഡോ, കുറച്ച് ആസിഡ് ഒഴിച്ചിട്ടോ, കുറച്ച് ആൽക്കലി ഒഴിച്ചിട്ടോ, ഇങ്ങനെ പല അഡീഷൻസ് ചെയ്താലും ആ സൊല്യൂഷൻ്റെ pH മാറില്ല. നിങ്ങൾ ഡൈല്യൂഷൻ ചെയ്താലോ, ആസിഡ് ആഡ് ചെയ്താലോ, ബേസ് ആഡ് ചെയ്താലോ, ആൽക്കലി ആഡ് ചെയ്തിട്ടോ കാര്യമില്ല. നമ്മളെ കയ്യിലുള്ള സൊല്യൂഷൻ ബഫർ സൊല്യൂഷൻ ആണെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്തിട്ടും കാര്യമില്ല, അതിൻ്റെ pH ചേഞ്ച് ആവില്ല. pH ചേഞ്ച് ആവാത്ത സൊല്യൂഷനാണ് ബഫർ. എന്തൊക്കെ ചെയ്തിട്ടും അതിൻ്റെ pH മാറില്ല. pH എപ്പോഴും ഒരേപോലെയുള്ള സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ. ഇതിൽ അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് എന്നല്ല തുടങ്ങണേ. അപ്പോൾ അവിടെ ആസിഡ് വീക്കായിരിക്കും, ബേസ് സ്ട്രോങ് ആയിരിക്കും. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഇതിൻ്റെ മിക്സ്ചറിനെ വിളിക്കുന്നതാണ് അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അസിഡിക് എന്ന് പറഞ്ഞാൽ അപ്പം ആലോചിക്കുക, ആസിഡാണ്. അപ്പോൾ ആസിഡ് വീക്ക് ആവണം, വീക്ക് ആസിഡും, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സ്ട്രോങ് ബേസും. ഇവരുടെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് അസിഡിക് ബഫർ. ഇനി ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, ബേസിക് എന്നല്ല തുടങ്ങണേ. അപ്പോൾ വീക്ക് ബേസ് ആവണം, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും. ഇതിൻ്റെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ബേസിക് ബഫർ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു സെക്ഷൻ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്ന ഒന്നാണ്. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടർ ഓർ ഇൻ എനി അക്വസ് സൊല്യൂഷൻ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം കേട്ടോ. പരീക്ഷയ്ക്ക് എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എഴുതിയാലും മാർക്ക് കിട്ടാറുണ്ട്. ഇനി അതല്ല ഡെഫിനിഷൻ, ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇക്വേഷൻ എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ KW ആണ്. ഈ KW എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ H+ഉം OHൻ്റെയും കോൺസെൻട്രേഷൻ ഇങ്ങനെ എഴുതുന്നതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. സോ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ അതാണ് KW എന്ന് പറയുന്നത്. എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാൻ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോണും അതുപോലെ ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടർ ഇൻ എനി അക്വസ് സൊല്യൂഷൻ.
ഹൈഡ്രോക്സിൽ അയോണും ഹൈഡ്രജൻ അയോണും H+ഉം OH- അളവ് ഇങ്ങനെ കോൺസെൻട്രേഷനിൽ എഴുതുന്നതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. പിന്നെ ചോദിക്കുന്ന ഒന്നാണ് എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആസിഡ് ബേസ് പെയർ വിച്ച് ആർ ഡിഫേർഡ് ബൈ എ പ്രോട്ടോൺ. നമ്മുടെ കയ്യിൽ ഒരു ആസിഡും ഒരു ബേസും ഉണ്ട്, രണ്ടുപേരിലും ഒരു H+ കുറവുള്ളോ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു ആസിഡാന്ന് വിചാരിക്കും, ഇതൊരു ആസിഡ്, ഇതൊരു ബേസ്, രണ്ടുപേരിലും ഒരു H+ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആസിഡ് ബേസ് പെയർ വിച്ച് ആർ ഡിഫർ ബൈ എ പ്രോട്ടോൺ H+. ഡിഫറൻസ് ഉണ്ടാവും. ഇനി എന്താണ് ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കാറുള്ള ഒന്നാണ്. ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഡയറക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഈക്വിലിബ്രിയം. നമ്മളെ കയ്യിൽ ഈക്വിലിബ്രിയത്തിലുള്ള ബാലൻസ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷനോ അതിൻ്റെ പ്രഷറോ അതിൻ്റെ ടെമ്പറേച്ചറോ എന്തെങ്കിലും നമ്മൾ പോയി മാറ്റിയാൽ ആ സിസ്റ്റം വിൽ ട്രൈ ടു റീഅഡ്ജസ്റ്റ്. അത് സ്വയം റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻസൽ ദ എഫക്റ്റ് ഓഫ് ദ ചേഞ്ച്. നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയോ അതിൻ്റെ എഫക്റ്റ് അത് ഇല്ലാതാക്കും. അപ്പം നമ്മൾ പോയിട്ട് ഈക്വിലിബ്രിയത്തിൽ നല്ല ബാലൻസ് ഇരിക്കുന്ന ഒരു സിസ്റ്റം, അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ ഏതെങ്കിലും നമ്മൾ പോയി ചേഞ്ച് വരുത്തിയാൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? സ്വയം അത് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ, എന്തിനാ റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്? സ്വയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കും. നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടും കാര്യമില്ല, ആ ചേഞ്ചിനെ അവർ ക്യാൻസൽ ചെയ്തിട്ട് അഡ്ജസ്റ്റായി വീണ്ടും ഈക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കും. ഇതാണ് ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ കേട്ടോ. അതേപോലെ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ സി എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്, അതായത് ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറ്. ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ യൂസസ് എന്തിനൊക്കെയാണ് KC ഉപയോഗിക്കുന്നത്? ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് ആ റിയാക്ഷന്റെ എക്സ്റ്റെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് KC അറിയാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു റിയാക്ഷന്റെ KCയുടെ വാല്യൂ അറിയാം, ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിയാക്ഷന്റെ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പോകുന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് നിങ്ങളുടെ കയ്യിലുള്ള KC വളരെ ലാർജ് ആണെങ്കിൽ ആ റിയാക്ഷൻ പ്രൊസീഡ് ടു നിയർലി കംപ്ലീഷൻ, ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ പോവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. KC വളരെ ചെറുത് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റിയാക്ഷൻ നടക്കുന്നില്ല, പ്രൊസീഡ് റയർലി, അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ട്രബിളായിട്ട് നിൽക്കുകയാണ്, വളരെ ചെറിയ രീതിയിൽ ആ റിയാക്ഷൻ നടക്കണുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാം, KCയുടെ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിയാക്ഷന്റെ എക്സ്റ്റെന്റ് കണ്ടുപിടിക്കാം. ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ പോവാണോ, ആ റിയാക്ഷൻ വളരെ റയർ ആയിട്ടാണോ നടക്കണതെന്ന് കണ്ടുപിടിക്കാം. ലാർജ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, ചെറുതാണെങ്കിൽ അത് റയർ ആയിട്ടേ നടക്കണുള്ളൂ, ആ റിയാക്ഷൻ അവിടെ ഫാസ്റ്റ് അല്ല. അതേപോലെ നിങ്ങൾക്ക് KCയുടെ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷനും ഡിറ്റർമിൻ ചെയ്യാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് നടക്കുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. QC എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, QC. ഈ QC എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻസുകൾ കോൺസെൻട്രേഷനാണ്. പ്രൊഡക്ട്സ് മുകളിലും റിയാക്റ്റൻസ് താഴെയാണ്. സോ പ്രൊഡക്റ്റ് ബൈ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്റ്റൻസ് ചെയ്യുമ്പോഴാണ് QC കിട്ടുക. അപ്പോൾ QC വലുത് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭാഗം വലുതായി എന്നാണ്, പ്രൊഡക്റ്റ് വലുതായി എന്നാണ്, നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് നേരെ എവിടേക്ക് പോവും? തിരിച്ച് റിവേഴ്സ് ആയിട്ട് പോവും. ഇനി QC ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ വലുത് എന്നാണ്. ഇവിടെ വലുതെന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ആ റിയാക്ഷൻ ഫോർവേഡ് ആവും. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈക്വിലിബ്രിയത്തിലാണ്. ഇത് പഠിച്ചു വയ്ക്കുക. QCയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ കൂടുതലാണ്, കുറേ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായി, നമുക്ക് ആവശ്യമില്ലാണ്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായി, അപ്പോൾ തിരിച്ച് എവിടേക്ക് പോകും? ആദ്യത്തിലേക്ക്, റിവേഴ്സ് ഡയറക്ഷൻ. QC ചെറുതാണെങ്കിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയും വേണം, അപ്പോൾ ഫോർവേഡ്. ഈക്വൽ ആണെങ്കിൽ ഈക്വിലിബ്രിയം. മൂന്നാമത്തെ ഉപയോഗമാണ് ഈക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.
കാൽക്കുലേഷൻ ഓഫ് മൂന്നാമത്തെ ഒരു അപ്ലിക്കേഷനാണ് ഈക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണ്. Kcയുടെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് കണ്ടുപിടിക്കാൻ, റിയാക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അതുപോലെ ഈക്വിലിബ്രിയം കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഈ പാഠത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എങ്ങനെ ചോദിക്കുക, എത്ര മാർക്കിനെ ചോദിക്കാമെന്നൊക്കെ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഈ പാഠത്തിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ സാധ്യതയുള്ളൊരു പാഠമാണിത്. അതുപോലെ ചില കാൽക്കുലേഷൻസ്, ചെറിയ ചെറിയ കാൽക്കുലേഷൻസുകളൊക്കെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഈ പാഠത്തിൽ തിയറി മാത്രമല്ല, ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും കാൽക്കുലേഷൻസും ഒക്കെ വരുന്നതാണ്. ചോദ്യപേപ്പർ വെച്ച് പഠിച്ചേ പറ്റൂ. എങ്ങനെ ചോദ്യങ്ങൾ വരിക, അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക എന്ന് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ന്യൂമറിക്കൽസും ഡെഫിനിഷൻസും തിയറി ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് നോക്കാം ഈ പാഠത്തിലത്തെ. ഇനി ഞാൻ പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പറയുന്ന എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യണേ നോക്കുക. ഇത്തരം ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ പറയാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കണം, ഒന്നും വിട്ടുകളയരുത്. അപ്പോൾ 2019 ഇംപ്രൂവ്മെൻറ്റിൽ വന്ന ഈ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2NOCl gives 2NO plus Cl2. വാല്യൂ ഓഫ് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp. നമുക്കൊരു Kp എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 500 Kelvin ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് Kc ഫോർ ദ റിയാക്ഷൻ. Kpയും Kcയും തമ്മിലാണ് ചോദ്യം. ഓക്കെ, 2 മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇത്തരം ചോദ്യം നമുക്ക് ഒരു 90% എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുവരെ പറഞ്ഞത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മെയിൻ ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ പോണേ. ഇതിൽ ഗ്യാസ് ആണെന്നുള്ള കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നു. എന്നിട്ട് ഫസ്റ്റ് പറയുന്നത് Kp തന്നിട്ടുണ്ട് അവർ. Kpയുടെ വാല്യൂ 1. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുക, Kp എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ, അല്ലെങ്കിൽ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ. പ്രഷറിനെ ബേസ് ചെയ്തിട്ട് എഴുതാണ്. ഇവിടെ പ്രഷറാണ് നമ്മൾ എടുക്കുന്നത്. പ്രഷർ വെച്ചിട്ട് പ്രഷർ ഉപയോഗിച്ച് K കണ്ടുപിടിക്കുകയാണ് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ Kp തന്നിട്ടുണ്ട് ഇവിടെ 1.8 × 10⁻⁻². ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 500 Kelvin. അങ്ങനെയാണെങ്കിൽ Kc എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനായിട്ടുണ്ട്. Kpയും Kcയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. Kp is equal to Kc RT⁻⁴ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ഇതൊരു 100% ചോദ്യമാണെന്ന് ഞാൻ പറയും. ഇത് വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc. ഇതാണ് റിലേഷൻ, പഠിച്ചു വെക്കുക. Kp എന്ന് പറഞ്ഞാൽ Kc RT⁻⁴. അപ്പം നമുക്കിവിടെ Δn ഒന്ന് കണ്ടുപിടിക്കാം. Δn. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഇത് എഴുതി വെക്കുക. തന്നിരിക്കുന്ന 2 സംഭവങ്ങൾ എടുത്ത് എഴുതി Δn കണ്ടുപിടിക്കാം. Δn എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ്, അതാണ് അതിൻ്റെ ഇക്വേഷൻ. നമ്പർ ഓഫ് ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? നമ്പർ ഓഫ് ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്റ്റൻസുകളെ കുറയ്ക്കുക. ഇതാണ് Δn കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇത് പഠിച്ചു വെച്ചോ. Δnന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഇതാണ് പ്രൊഡക്ട്സ്, ഇതാണ് റിയാക്റ്റൻസ്. അത് അറിയാത്തവരുണ്ടാവാം, അറിഞ്ഞു വെക്കൂ. ഈ സൈഡിനെ വിളിക്കുന്നത് പ്രൊഡക്ട്സ് എന്നാണ്. പ്രൊഡക്റ്റുകളുടെ സൈഡും ഇത് റിയാക്റ്റൻറ്റുകളുടെ സൈഡുമാണ്. അപ്പോൾ നമ്പർ ഓഫ് ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോക്കിക്കേ. ഇത് ഗ്യാസ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഗ്യാസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നോക്കുക. ഏതൊക്കെയാണ്? 2NOയും Cl2ഉം.
ഇത് എത്ര ഉണ്ട് 2NO, ഇവിടെ ഒരു Cl2. ഈ സൈഡിലത്തെ നമ്പറാണ് നോക്കേണ്ടത്. 2NOയും ഉണ്ട്, ഒരു Cl2 ഉണ്ട്. സൈഡിൽ ഇതാ ഒരു, ഇവിടെ നമ്പർ ഒന്നും ഇല്ല, അപ്പോൾ 1, ഒരു Cl2. അപ്പോൾ മൊത്തം എത്ര ആളായി? 3 ആളാണ് ഈ സൈഡിലുള്ളത്. മൈനസ് ഇനി ഈ സൈഡ് റിയാക്റ്റൻറ്റുകളുടെ സൈഡ്, ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ള എത്ര ആളുണ്ട്? 2 ആൾ. 3 മൈനസ് 2 എത്രയാ? 1. അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1 ആണ്. നമുക്കത് കിട്ടി. അപ്പോൾ KP തന്നിട്ടുണ്ട് ഓൾറെഡി, അതുപോലെ T തന്നിട്ട് ടെമ്പറേച്ചർ തന്നു. നമ്മൾ ഇതിൽ നിന്ന് ഡെൽറ്റ N കണ്ടുപിടിച്ചു. ഡെൽറ്റ N കാണുമ്പോൾ എപ്പോഴും ഗ്യാസ് ആയിരിക്കണം കേട്ടോ. ഗ്യാസ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുക, അവരെ കൂട്ടുക. അപ്പോൾ ഈ സൈഡ് ആണെങ്കിൽ ഈ സൈഡ് എല്ലാവരും കൂടി കൂട്ടുക. 2ഉം 1ഉം 3. 3ന്ന് ഈ 2 കുറച്ചാൽ 1 ആണ് ഡെൽറ്റ N. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താലോ? KP is equal to KC RT raised to delta N എന്നാണ് ഇക്വേഷൻ. KP നമുക്ക് ഓൾറെഡി തന്നു 1.8 into 10 raised to minus 2. KC അറിയില്ല, KC ആണ് കാണേണ്ടത്. ആറും Tയും, ആറിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 0.0821 എന്നാണ് ആറിൻ്റെ വാല്യൂ കേട്ടോ. 0.0821 ബൈ ഹാർട്ട് പഠിക്കണം. ടെമ്പറേച്ചർ 500 കെൽവിനും തന്നു. ഡെൽറ്റ N 1 ആണ്. അപ്പോൾ നമുക്കിവിടെ KC ആണ് കാണേണ്ടത്. KC ആണ് കാണേണ്ടത്. അപ്പോൾ KCനെ അവിടെ നിർത്തിയിട്ട് 1.8 into 10 raised to minus 2ൻ്റെ അടിയിലേക്ക് ഈ ആൾക്കാർ പോവും. ആരാണ്? 0.0821 into 500. മുകളിൽ 1 ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ KCയുടെ വാല്യൂ ഓൾമോസ്റ്റ് 4.38 into 10 raised to minus 4 എന്ന് നമുക്ക് തരും കേട്ടോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം ഈ പാഠത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. KPയും KCയും തമ്മിലുള്ള റിലേഷൻ. KP എന്ന് പറഞ്ഞാൽ KC RT raised to delta N ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ടെമ്പറേച്ചറും KP ഒക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഡെൽറ്റ N നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് ഇവിടെ ആരൊക്കെ ഉണ്ടോ ഇവിടെ ആരൊക്കെ ഉണ്ടോ തമ്മിൽ കുറയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് ആറിൻ്റെ വാല്യൂ ആണ് 0.0821 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ആറിൻ്റെ വാല്യൂ മറക്കരുത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. ആറിൻ്റെ വാല്യൂ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഡെൽറ്റ N കണ്ടുപിടിക്കാൻ അറിയണം. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നിന്ന് റിയാക്റ്റിൻ്റെ സൈഡ് കുറയ്ക്കുക. പിന്നെ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, KP equal to KC RT raised to delta N. ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആളെ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഗീവ് ലൂയിസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. കണ്ടോ, ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം എന്താണ്? ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം എന്താണ് ആസിഡ്, എന്താണ് ബേസ്? നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ലൂയിസ് കൺസെപ്റ്റ്സ് ആസിഡ് എന്താ, ബേസ് എന്താ. കണ്ടോ, ഡയറക്റ്റ് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതിയാൽ മതി. ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ പെയേഴ്സുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഇലക്ട്രോൺസ് ആക്സെപ്റ്റർ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോൺസിനെ വാങ്ങുന്നവരാണ് ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ്. ഇനി ഇലക്ട്രോൺസുകളെ കൊടുക്കുന്നവരാണ് ഡോണേഴ്സ് ആണ്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് ബേസ്. ആസിഡ് ആരാ, ബേസ് ആരാന്ന് അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ ലൂയിസ് ആസിഡ്, അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡോണറാണ്. ഇലക്ട്രോൺസിനെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ആസിഡ്. ലൂയിസ് ആസിഡ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. AlCl3, CO3+, Mg2+ എന്നൊക്കെ പറയുന്നത് ലൂയിസ് ആസിഡ് ആണ്. ഇനി ലൂയിസ് ബേസ് പഠിച്ചു വെക്കണം. ഇത് പഠിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് 1 മാർക്കായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒരാളെ തരും, ഇത് ലൂയിസ് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് പഠിച്ചു വെക്കുക. ആസിഡ്സ് ആരാ, ബേസ് ആരാ, ലൂയിസ് ആസിഡ്സ് ആരാ, ലൂയിസ് ബേസ് ആരാ. 2 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണെന്ന് എഴുതണം, ഒപ്പം എക്സാമ്പിൾസും എഴുതണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതേ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് 2019 ചോദിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം നോക്കിക്കോ. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് is 3 × 10⁻³ m, ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ അത്രയും മോളാർ എന്നാണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് pH. കണ്ടോ, pH എന്താണെന്നല്ല ഇവിടെ ചോദ്യം. pH കണ്ടുപിടിക്കുക. ഇത് എത്രയോ തവണകളായി ഈ പാഠത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. നമുക്ക്
ഹൈഡ്രജൻ അയോൺ എന്ന് പറഞ്ഞാൽ H+ ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത് 3 × 10⁻³ അപ്പൊ തന്നിരിക്കുന്നത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. ഇതെങ്ങനെ വായിക്കുക? ഇങ്ങനെ ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? H+ അയോൺ. ഇത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 × 10⁻³ m. അത്രയും മോളാർ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്രേ തന്നിട്ടുള്ളൂ. ഇതിന് pH കാണണം. അപ്പോൾ നമുക്ക് pH കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. ഇതിനാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അത് പറഞ്ഞു തന്നത്. pH കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ മൈനസ് ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ എന്ത് ചെയ്യുക? pH കണ്ടുപിടിക്കാം. സിമ്പിൾ. മൈനസ് ലോഗ് കൊടുക്കുക, കോൺസെൻട്രേഷൻ H+ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഇനി ഈ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാ? 3 × 10⁻³ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാൽക്കുലേറ്റർ എടുത്താൽ നെഗറ്റീവ് അടിക്കപ്പോതാ നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് കൊടുത്തു, പിന്നെ ഇതാ ലോഗ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് 3 × 10⁻³ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് ആൻസർ കൊടുത്താൽ കിട്ടും 2.522. കണ്ടോ? ആൻസർ ഡയറക്റ്റ് കിട്ടും കേട്ടോ. 2.52 രണ്ടെണ്ണം എഴുതിയാൽ മതി. 2.52 ആണ് pH. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ ചോദ്യം. 2 മാർക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. കണ്ടോ? ഇക്വേഷൻ ഏതാ ഇട്ട് കൊടുക്കുക ചെയ്താൽ 2 മാർക്ക് കിട്ടി. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 2 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. An aqueous solution of NaCl is neutral while that of CuCl2 is acidic. Why? ഇവർ പറയുന്നു NaCl ന്യൂട്രൽ ആണ്, പക്ഷെ CuCl2 അസിഡിക് ആണ്. അതെന്താ അങ്ങനെ വന്നേ എന്നാണ് ഇവർ ചോദിക്കണേ. അതായത് സൊല്യൂഷൻ ഓഫ് എന്നുണ്ട്. സൊല്യൂഷൻ ഓഫ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂഷൻ ഓഫ് NaCl എങ്ങനെ ന്യൂട്രലായി, സൊല്യൂഷൻ ഓഫ് CuCl2 എങ്ങനെ അസിഡിക് ആയി, അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? NaCl എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം, NAയും CLും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും വെള്ളമുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ HOH ആണ് വെള്ളം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, വാട്ടർ വെള്ളം. H2O എങ്ങനെ എഴുതാം? HOH എന്ന് എഴുതാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. അതേപോലെ ഇവിടെ സൊല്യൂഷൻ ഓഫ് CuCl2 ആണ്. അപ്പൊ Cu ഇവിടെ എഴുതിക്കോ, Cl2 ഇവിടെ എഴുതിക്കോ. എന്നിട്ട് വെള്ളം, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, മറക്കരുത്. വെള്ളം എന്ന് പറഞ്ഞാൽ H2O. അപ്പൊ HOH H2O. ഓക്കെ, ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇവിടെ NaOH എന്ന് പറഞ്ഞ ഒരാളുണ്ട്, HCl എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. ഇത് ആരാ നോക്കാം? NaOHും HClഉം ആരാണ്? നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് നോക്കാം. NaOH സ്ട്രോങ് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡും ആണ്. അപ്പം നമ്മളെ കയ്യിലുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ബേസും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുമാണ്. ഒരു ബേസും ആസിഡും വന്നേക്കാണ്. അപ്പം ഇതെന്തായി? രണ്ടും കൂടി ചേർന്നിട്ട് ന്യൂട്രലായി മാറി. ഓക്കെ, അപ്പം NaCl എന്ന് പറയുന്ന ആൾ ഉണ്ടായത് ഇതിൽ നിന്നാണ്. NaOHും HClഉം കൂടി ചേർന്നിട്ടാണ് NaCl ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ന്യൂട്രൽ ആയത്. അപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. NaCl എഴുതുക, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ HOH കൊടുക്കുക, ഇങ്ങനെ എഴുതുക. അപ്പം നമുക്ക് കിട്ടും ആരൊക്കെയാണ് കൂടി ചേർന്നിട്ടുള്ളത്. ഇത് ആസിഡും ഇത് ബേസും, രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ഒന്ന് ബേസുമാണ്. ആസിഡും ബേസും ചേർന്നിട്ടാണ് അത് ന്യൂട്രൽ ആയിട്ടുള്ള ആളായിട്ട് മാറിയത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? CuOH, ഇതാ CuOH നമ്മളെ കയ്യിലുണ്ട്. CuOHും പിന്നെ ഇതാ HClഉം, Hും Clഉം HCl എന്ന് എടുത്താൽ മതി. അപ്പം CuOH എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അതൊരു വീക്കായിട്ടുള്ള ബേസാണ്. CuOH എന്ന് പറയുന്ന ആള് കോപ്പറിന്റെ കൂടെയാണ്. ഓക്കെ, OH ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസ്? NaOHോ KOHോ ആണ്. ബാക്കി ഏത് OH വന്നാലും അത് വീക്കായിട്ടുള്ള ബേസാണ്. OH വന്നാൽ അപ്പം അത് ബേസാണ്. ഇതാരാണ്? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുമാണ്. അപ്പോൾ ഒന്ന് ആസിഡും ബേസാണ്, പക്ഷെ ഒരാൾ വീക്കാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരാൾ വീക്ക് ബേസും ഒരാൾ സ്ട്രോങ് ആസിഡുമാണ്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിന് കിട്ടുക.
അതുകൊണ്ടാണ് CuCl2 അസിഡിക് ആയിട്ട് മാറിയത്. ഇങ്ങനെ വരച്ചു വെച്ചാലും മതി. അപ്പോൾ NaCl എടുക്കുക, വെള്ളം എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ബേസും ആണ്, ന്യൂട്രലായി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് വീക്കാണ്, ഒരാൾ വീക്കും മറ്റാൾ സ്ട്രോങ് ആണ്. ഓക്കെ, ഒന്ന് വീക്ക് ബേസ് ആണ്, മറ്റേത് സ്ട്രോങ് ആസിഡ് ആണ്, അപ്പോൾ ആസിഡായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം പ്രകാരം CuCl2 അസിഡിക് ആയത്. ഓക്കെ, അസിഡിക് ക്യാരക്ടർ ആയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 ചോദ്യങ്ങൾ വന്നു. മൊത്തം 9 മാർക്കിന് നമുക്ക് പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. 2019 ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെയാണ് ഇനി റിപ്പീറ്റ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇതാണ് ചോദ്യം. ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഫോർ ദ റിയാക്ഷൻ. കണ്ടോ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ഇതാണ്. 2NOCl ഗ്യാസ് ആണോ സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. Cl2 അതും ഗ്യാസ് ആണ്. അങ്ങനെ വന്നു. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാം. എന്താ റിലേഷൻ? ഇവിടെ എഴുതാം. Kp = Kc RT⁻Δn. ഇവിടെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടെ Δn കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2ഉം ഇവിടെ 1ഉം, 3ന്ന് 2 കുറച്ചാൽ 1 കഴിഞ്ഞു. സോ Kp = Kc Rഉം Tയും 1. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ Kp എന്നിട്ടില്ല, Kc എന്നിട്ടില്ല, ടെമ്പറേച്ചർ ഒന്നും എന്നിട്ടില്ല, ഇത് ഇത്ര മാത്രം എഴുതാനാണ് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. H2O and HSO4 can act as a Bronsted acid and base. For each case, give the corresponding conjugate acid and conjugate base. കണ്ടോ, അപ്പം നേരത്തെ നമ്മൾ പഠിച്ചതിൽ ആരുണ്ടായിരുന്നു? ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് നമ്മൾ നോക്കി അല്ലേ. ലൂയിസ് ആസിഡും ബേസും നോക്കി, അരീനിയസ് ആസിഡും ബേസും നോക്കി. അരീനിയസ് എന്ന് പറഞ്ഞാൽ H+ കൊടുക്കും, അരീനിയസ് ബേസ് എന്ന് പറഞ്ഞാൽ OH- കൊടുക്കും. ഇത് രണ്ടും കൊടുക്കണതാണ്. അരീനിയസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. ലൂയിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വാങ്ങുന്നവരും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരാണ്. അതേപോലെയുള്ള ഒന്ന് തന്നെയാണ് കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് H2O എന്ന് പറയുന്ന ആളും HSO4- എന്ന് പറയുന്ന ഒരാളുമാണ്. ഇത് രണ്ടുപേരും തന്നിട്ട് ഇതിൻ്റെ കോൺജുഗേറ്റ് ആണ്. ലൂയിസ് ആസിഡോ ലൂയിസ് ബേസോ ഒന്നുമല്ല ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാനാണ് പറയണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ വേണ്ടി ഇപ്പോൾ H2O ആണ്. H2Oൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് ആഡ് ചെയ്യുക. അതാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞു വയ്ക്കാം. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അത് H2Oൻ്റെ കൂടെ ഒരു Hഉം കൂടി നമുക്കിത് ഇതുപോലെ വരും, ഒരു H+ അയോണും കൂടി വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. H2O എന്ന് പറയുന്ന ആൾ നമ്മളെ കയ്യിലുണ്ട്. H2Oയുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ അതിലേക്കൊരു H+ ആഡ് ചെയ്യാം. അപ്പോൾ എന്താവും, എത്ര ഹൈഡ്രജൻ ആവും? 2ഉം 1ഉം 3, H3O+ എന്ന് നമുക്ക് വരും. ഈ പ്ലസ് ഇതിന് വരും, H3O+. അതേപോലെ ഇതിൻ്റെ എഴുതിയാലോ, HSO4- ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ, കോൺജുഗേറ്റ് ആസിഡ് ആണ് കേട്ടോ. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയാണെങ്കിലും കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹൈഡ്രജൻ കൂട്ടുക, H+ കൂട്ടുക. കണ്ടോ, H+ കൂട്ടണം. അപ്പം എന്താ ഉണ്ടാവുക, Hഉം ചേർന്നിട്ട് H2, 2 ഹൈഡ്രജനും SO4 എന്ന് വരും. ഇവിടെ ഒരു പ്ലസും ഈ മൈനസും കൂടിയിട്ട് ന്യൂട്രലാവും. അപ്പോൾ H2SO4 എന്ന് മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ H+ കൂട്ടുക. തന്നിരിക്കുന്ന ആൾ ആരാണോ തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ എന്ത് കൂട്ടുക, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൂട്ടുക. അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ട്, ആ പ്ലസ് അതുപോലെ വരും. ഇവിടെ പ്ലസും മൈനസും കൂടി ന്യൂട്രലാവും. അപ്പോൾ ചാർജ് ഇവിടെ എഴുതരുത്. ഇതേപോലെ നമുക്ക് ഇവരുടെ കോൺജുഗേറ്റ് ബേസ് എഴുതിയാലോ. ഇതേ പ്രൊസീജിയർ പോലെ തന്നെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്.
കോൺജുഗേറ്റ് ബേസ് ഏതെന്ന് പറഞ്ഞാൽ H+ കുറയ്ക്കുക. അപ്പോൾ H2O എന്നാണ്. H2Oയിൽ നിന്ന് ഇവിടെ കൂട്ടി. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ കൂട്ടണം, കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. H2Oയിൽ നിന്ന് H+ എന്ത് ചെയ്യണം, അങ്ങോട്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുന്നർത്ഥം. ഓക്കെ, H2 ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, അതിൽ നിന്ന് ഒരു H കുറച്ചാൽ ബാക്കി OH ഉണ്ടാവും, ഇവിടുന്ന് ഒരു H ഉണ്ടാവും, OH എന്ന് നിങ്ങൾക്ക് വരും. കണ്ടോ, ഇവിടെ ഒരു മൈനസ് സൈനും കൂടി വരും. മൈനസ് സൈൻ വരാൻ കാരണം ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ചാർജ് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നാലാണ് ഇത് രണ്ടും കൂടിയിട്ട് ഇവിടെ 0 ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വന്നു, മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആൻസറിൽ നെഗറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കുക, എന്നാലാണ് 0 ആവുള്ളൂ. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ആരുടെയാണോ കാണേണ്ടത് അത് എഴുതുക, അതിൽ നിന്ന് ഒരു H കുറയ്ക്കുക. 2 H ഉണ്ട്, അപ്പോൾ ഒരു H കുറച്ചാൽ Oയും Hഉം OH മൈനസ് എന്ന് വരും. അതേപോലെ ഇവിടെ കോൺജുഗേറ്റ് ബേസ് എഴുതാം. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ തന്നിരിക്കുന്ന ആളാരാണ്, HSO4 ആണ് എഴുതേണ്ടത്. ഈ HSO4 മൈനസ് എന്ത് തന്നിട്ടുണ്ട് കേട്ടോ, ഈ നെഗറ്റീവിനൊക്കെ ഇവിടെ H2O എന്നുള്ളൂ, ഇവിടെ HSO4 മൈനസ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കുറയ്ക്കണം H+. കണ്ടോ, ഇങ്ങനെ വരും. HSO4 മൈനസിൽ നിന്ന് കുറയ്ക്കണം H+ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇതാണ് ആള്, ഇതിൽ നിന്ന് ഒരു H കൂടി പോകുമ്പോൾ SO4 എന്ന് വരും, 2- എന്നും വരും, 2-. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. 2- വരണം. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ മൈനസ് ഇവിടെ മൈനസ്, അപ്പോൾ 2- എന്ന് കൊടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോൺജുഗേറ്റ് ആസിഡും ബേസും മനസ്സിലായല്ലോ. സിമ്പിളാണ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൂട്ടുക, കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ H+ കുറയ്ക്കുക. ഒന്നിൽ കൂട്ടുക, ഒന്നിൽ കുറയ്ക്കുക. ഒരു ഹൈഡ്രജൻ കൂട്ടി എഴുതുക, ഇവിടെ ഒരു ഹൈഡ്രജൻ കുറച്ച് എഴുതുക. അത്ര മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത ചോദ്യം, അപ്പോൾ അത് ആ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഒരു ചോദ്യം ഇതേപോലെ റിപ്പീറ്റ് വന്നേക്കാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോട്ടെ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ 2020 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നെക്സ്റ്റ് നോക്കാൻ പോണത്. അപ്പോൾ ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ്, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ലൂയിസ് ആസിഡ്, ഇതിൽ ഏതാണ് ലൂയിസ് ആസിഡ്? ഞാൻ നിങ്ങൾക്ക് നേരത്തെ എക്സാമ്പിൾ തന്നു, കണ്ടോ, ഇതിൽ ഏതാ ലൂയിസ് ആസിഡ് എന്നാണ്. അപ്പോൾ HCl ഉണ്ടോ നോക്കുക, ലൂയിസ് ആസിഡ് ഇങ്ങനെയാണ്. ഏതാണ് ലൂയിസ് ആസിഡ് എന്നാണ്. HCl ഉണ്ട്, H2SO4 ഉണ്ട്, NH3 ഉണ്ട്, BF3 ഉണ്ട്. ഇതിലേതാണ് ലൂയിസ് ആസിഡ് ആയിട്ട് നമുക്ക് വരിക? അതെങ്ങനെ നോക്കും, നമുക്ക് തന്ന എക്സാമ്പിൾസിൽ ഇല്ല. അത് നോക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തായാലും NH3 ലൂയിസ് ബേസ് ആണ് അല്ലേ, NH3 ലൂയിസ് ബേസ് ആണ്. അപ്പം അതിൽ നമുക്ക് കളയാം. NH3 എന്ന് പറഞ്ഞാൽ ലൂയിസിൻ്റെ ബേസ് ആണ്. ഓക്കെ, ബാക്കിയുള്ള 3 ആൾക്കാരെ നോക്കിയാൽ മതി. എന്താ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നേരത്തെ തന്നിരുന്നു ഓൾറെഡി. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂയിസ് ആസിഡ് എന്താ? ഇലക്ട്രോൺ പെയറുകളെ വാങ്ങുന്നവർ, ഇലക്ട്രോൺസുകളെ വാങ്ങണം. ഓക്കെ, ഇലക്ട്രോൺസുകളെ വാങ്ങിയാലാണ് നമുക്ക് അവരെ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ്, നമ്മളിനി ഈ 2 ആൾക്കാരെ നോക്കുക. HClഉം H2SO4 വരില്ല. കാരണം HCl H2SO4 എന്നൊക്കെ പറഞ്ഞാൽ ഹൈഡ്രജൻസ് അവിടെ ഉണ്ട്. അവർ ഹൈഡ്രജനെ വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ഹൈഡ്രജനെ വാങ്ങിയിട്ടുണ്ട്. ഹൈഡ്രജനെ കൂട്ടുക എന്തൊക്കെ പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ്. അതിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു ആള് അതിൻ്റെ കൂടെ H+ കൂട്ടിയാൽ കോൺജുഗേറ്റ് ആസിഡാണ്, H+ കുറച്ചാൽ കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പോൾ ഇവർ ഹൈഡ്രജൻസ് ഉണ്ട്, അപ്പോൾ ഇവർ കോൺജുഗേറ്റുകളാണ്. അപ്പോൾ അതല്ല. പിന്നെ ബാക്കി ആരാ? BF3 ആണ് ലൂയിസ് ആസിഡ് കേട്ടോ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ NH3 ലൂയിസ് ബേസ് ആണ്, BF3 ആണ് ലൂയിസിൻ്റെ ആസിഡ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് ആണ്, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇനി BF3 വന്നാൽ അത് ലൂയിസ് ആസിഡ് ആണ്. ലൂയിസ് ആസിഡിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോൺസുകളെ വാങ്ങിയിട്ടുണ്ട് അവിടെ.
നമ്മൾ പറഞ്ഞ BF3 എന്ന് പറയുന്ന ആള് BF3 എന്ത് ചെയ്തു, ഇലക്ട്രോൺ പെയറുകളെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന് ചോദ്യമാണത്. അതിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ റിയാക്ഷൻ AA plus BB plus CC plus DD. Give the relation between KP and KC for the relation. കണ്ടോ, ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് നമുക്കൊരു റിയാക്ഷൻ തന്നു, ശ്രദ്ധിക്കുക. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന അടുത്ത ചോദ്യമാണ്. നമുക്ക് പറഞ്ഞാൽ തന്നു AA plus BB gives CC plus DD. സിമ്പിൾ ചോദ്യമാണ്. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് KC ആണ്. KC കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കോൺസെൻട്രേഷനിൽ ഇടുക. കണ്ടോ, സൈഡിലത്തെ ഈ നമ്പറുകളെ മുകളിലും കൊടുക്കുക. ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ക്യാപിറ്റൽ ലെറ്ററുകളായിട്ടുള്ള ആൾക്കാരെ കോൺസെൻട്രേഷനിൽ കൊടുക്കുക, സൈഡിലത്തെ സ്മോൾ ലെറ്റേഴ്സിനെ മുകളിലും കൊടുക്കുക. ഇങ്ങനെ എഴുതുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. അപ്പോൾ ഇതിൻ്റെ ആൻസറായി 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. എങ്ങനെ എഴുതാം? KP is equal to KC RT raised to delta N. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നേക്കാണ്. അതിൽ തന്നെ വന്ന അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് നോക്കാം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് ഒരു ചോദ്യം. വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ്, മൊത്തം 4 മാർക്കിന് ചോദ്യമാണ്. വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? ഞാനത് ഓൾറെഡി പറഞ്ഞു തന്നു. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ KW ആണ്. KW എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ and hydroxyl ion in water or in any aqueous solution. പഠിച്ചു വെക്കുക കേട്ടോ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്താണെന്ന് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. 1 മാർക്കിന് ചോദ്യമാണ്. അപ്പോൾ ആ ഇക്വേഷൻ ഏതാ, ഡെഫിനേഷൻ ഏതാ. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത്. നിങ്ങൾക്ക് HBr, HI, HF, HCl എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതിനൊന്ന് അസിഡിക് ഓർഡറിൽ എഴുതാൻ. അപ്പോൾ മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആൾ ആരാണ്? ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും കുറഞ്ഞ അസിഡിക് ആരാണ്, കൂടുതൽ അസിഡിക് ആരാണ്, അങ്ങനെയാണ് ചോദിക്കണേ. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഏറ്റവും കുറവ് HF ആയിരിക്കും, പിന്നെ HCl ആണ്, പിന്നെ HBr ആണ്, പിന്നെ HI ആണ്, ഏറ്റവും കൂടുതൽ അയഡിനാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഫ്ലൂറിൻ ഏറ്റവും കുറവ്, പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ആൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക കേട്ടോ. HI ആണ്, HI. ഓക്കെ, അതിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എയും ബിയും കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസോസിയേഷൻ ഓഫ് NH4OH ഈസ് സപ്രസ്ഡ് ബൈ അഡീഷൻ ഓഫ് NH4Cl. NH4OHൻ്റെ ഡിസോസിയേഷൻ എന്നാണ് ഒരു പറയണേ. അപ്പോൾ എന്താ ഉദ്ദേശിക്കണേ? NH4OHൻ്റെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? NH4OH ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ NH4 എന്ന് പറഞ്ഞിട്ട് ഒരാളും OH- എന്ന് പറഞ്ഞിട്ട് ഒരാളും ഡിസോസിയേറ്റ് ചെയ്തു. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. NH4 ഒരു പീസ്, OH അടുത്ത പീസ്, പ്ലസും മൈനസും. അപ്പം NH4OHൻ്റെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇവരെ സപ്രസ് ചെയ്തു. എങ്ങനെ? വേറൊരാളെ ആഡ് ചെയ്തിട്ട് ഈ ഡിസോസിയേഷൻ അവർ കുറച്ചു. എങ്ങനെ കുറച്ചത്? NH4Cl ആഡ് ചെയ്തു. ഇത് ഏതാണ് പ്രിൻസിപ്പിൾ? ഇത് കുറയ്ക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്തത്? ഈ NH4 വെച്ച് തുടങ്ങണം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. NH4 വെച്ച് തുടങ്ങണ NH4Clൻ്റെ എടുത്തു. അപ്പോൾ NH4 ഒരു പീസ്, Cl വേറെ പീസായിട്ട് കരപ്പേണ്ട. NH4 കൂടി, കോമൺ അയോൺ ആയിട്ട് NH4 ആയി. ഇതിങ്ങനെ പറയുന്നത് ഏതാണ്? കോമൺ അയോൺ എഫക്റ്റ് ആണ്. ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ് തന്ന ഒന്നാണ്. കോമൺ അയോൺ എഫക്റ്റ് എന്താണ് എന്ന് പഠിക്കണം. കണ്ടോ, ഡിസോസിയേഷൻ സപ്രസ് ചെയ്യുക ബൈ ആഡിങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഈ എക്സാമ്പിളും പഠിച്ചു വെച്ചു കേട്ടോ. കോമൺ അയോൺ എഫക്റ്റ്, അതിൻ്റെ ഈ എക്സാമ്പിൾ പഠിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ എക്സാമ്പിൾ പഠിക്കാം. ഇതും മറ്റൊരു എക്സാമ്പിളാണ്. ഡിസോസിയേഷൻ ഓഫ് NH4OH
ഈ സപ്രസ്ഡ് ബൈ ആഡിങ് NH4Cl. അപ്പം ഇതാണ് സപ്രഷൻ, ഇതിനെയാണ് സപ്രഷൻ ചെയ്യണേ. ഇതാണ് ഡിസോസിയേറ്റ് ചെയ്തത്. ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വേറൊരാളെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കോമൺ ആയിട്ട് NH4 2 പ്രാവശ്യം വന്നു, ഇത് കൂടി ഇത് കുറഞ്ഞു. ഇതാണ് കോമൺ അയോൺ എഫക്ട്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ എഴുതേണ്ടുള്ളൂ, പേര് എഴുതിയാൽ മതി കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കോമൺ അയോൺ എഫക്റ്റ് ആണ് നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഗിവൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ. കണ്ടോ, അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ഇതാണ്. അതിലത്തെ അടുത്ത ലാസ്റ്റ് ചോദ്യം അതാണ്. അസിഡിക് ബഫർ ഞാൻ തന്നിട്ടുണ്ട്, ഓൾറെഡി പഠിക്കാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ബഫർ സൊല്യൂഷൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ അസിഡിക് ബഫർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ ബഫർ സൊല്യൂഷൻ പഠിക്കുക. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ, അസിഡിക് വെച്ചാൽ തുടങ്ങണേ. സോ വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, ഇതിൻ്റെ മിക്സ്ചറാണ് അസിഡിക് ബഫർ. ബേസിക് ബഫർ ആണ് നിൽക്കുക. ഇതിൽ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഗീവൻ എക്സാമ്പിൾ ഓഫ് അസിഡിക് ബഫർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസിഡിക് ബഫറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസ് മിക്സ് ആക്കിയാൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി മിക്സ് ആക്കുക. CH3COOH അതിൻ്റെ കൂടെ NaOH മിക്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതാം എക്സാമ്പിൾ ആയിട്ട്. CH3COOH ആൻഡ് NaOH എന്ന് പറഞ്ഞാലായി. ഓക്കെ, ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസും, ഇത് രണ്ടും കൂടി എഴുതാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി എഴുതാം. അപ്പോൾ ഇവർ രണ്ടാളൊന്നും എഴുതിയാൽ മതി, മിക്സ്ചർ ഓഫ് ഇതും ഇതും, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഇതും ഇതും എക്സാമ്പിൾ ആയിട്ടാ. അതുപോലെ ബേസിക് ബഫർ നോക്കണം. വീക്ക് ആയിട്ടുള്ള ബേസ്, ബേസിക് നിന്ന് തുടങ്ങണു. സോ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. അപ്പോൾ ഏതെങ്കിലും ഒരു വീക്ക് ബേസ് എടുക്കുക, ഇതേ പ്ലസ് ഏതെങ്കിലും ഒരാൾ എഴുതിയാൽ അതിന് എക്സാമ്പിൾ ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനെയാണ്. സ്ട്രോങ് ആസിഡ്സ് നിങ്ങൾക്ക് അറിയണം, സ്ട്രോങ് ബേസ് അറിയണം, അതൊക്കെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. കോമൺ അയോൺ എഫക്റ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ pHൻ്റെ ഇക്വേഷൻ എന്താ, ബഫർ സൊല്യൂഷൻ എന്താ, അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത 2022 മോഡൽ എക്സാമിൻ്റെ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതാണ് ചോദ്യം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ കാരണം വ്യക്തമാക്കുക. AlCl3 ലൂയിസ് ആസിഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BF3 എന്ന് പറയുന്ന ആള് ലൂയിസ് ആസിഡായി. ഓക്കെ, പക്ഷെ NH3 എന്ന് പറയുന്ന ആള് ലൂയിസ് ബേസ് ആണ്. നേരത്തെ ഞാൻ എക്സാമ്പിൾസ് തന്നിരുന്നു. NH3 ആരാണ്, ലൂയിസ് ബേസും. BF3 AlCl3 ഇതൊക്കെ ലൂയിസ് ആസിഡ് ആണ്. എന്താണ് കാരണം എന്ന് എഴുതിയാൽ മതി. AlCl3 എന്ന് പറയുന്ന ആള് എങ്ങനെ ഒരു ലൂയിസ് ആസിഡായി, എങ്ങനെ പറയാം, ലൂയിസ് ആസിഡ് എന്താന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ മാർക്കായി. ലൂയിസ് ആസിഡ് ആവാൻ കാരണം AlCl3 എന്ന് പറയുന്ന ആള് ലൂയിസ് ആസിഡ് ആവാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ AlCl3ക്ക് ഇലക്ട്രോൺസുകളെ ഇനിയും കിട്ടണം. അപ്പം എങ്ങനെ എഴുതാ, ഇലക്ട്രോൺസുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ലൂയിസ് ആസിഡ്. നേരത്തെ ഞാൻ പഠിപ്പിച്ചിരുന്നു, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതിയാൽ മതി, AlCl3 ക്യാൻ ആക്സെപ്റ്റ്, AlCl3ക്ക് ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, അവരെ ഇലക്ട്രോൺസുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് അത് ലൂയിസ് ആസിഡ് ആയി. അത്ര തന്നെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. pH ഓഫ് NH4Cl ഇൻ വാട്ടർ ഈസ് ലെസ് ദാൻ 7. NH4Cl വെള്ളം, അതിൻ്റെ pH എങ്ങനെ 7നേക്കാൾ താഴെയായി, അതാണ് ചോദ്യം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ, NH4Cl ആണ് ആള്, അതിൻ്റെ pHനെ കുറിച്ചാണ് ചോദ്യം, ബി ക്വസ്റ്റ്യൻ. അപ്പം NH4Cl എടുത്തോ, NH4ഉം Clഉം. ഇൻ വാട്ടർ, വാട്ടർ എന്ന് പറഞ്ഞാൽ HOH, ഓക്കെ, വാട്ടർ, ഇൻ വാട്ടർ എന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തോ, NH4OH ആൻഡ് HCl. ഇത് ആരാന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. NH4 അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൾ ആരാണ്, നമ്മൾ സ്ട്രോങ് വീക്ക് എന്നൊക്കെ പറഞ്ഞതിൽ NH4OH ഇതായൊക്കെ എടുക്കണം. NH4OH വീക്ക് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡും ആണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി NH4OH വീക്കായിട്ടുള്ള ബേസാണ്, ഇത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുമാണ്. അപ്പോൾ ഇതിൽ ആരെടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ളതിലെ ആസിഡ്, ഇത് ആസിഡായി. pH 7നേക്കാൾ താഴെ വരുന്നതാണ് ആസിഡ്.
അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലായി NH4Clലും വെള്ളവും ചേർത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിൽ 2 ആൾക്കാരാണ് വരുന്നത്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. അതിൽ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ pHൻ്റെ വാല്യൂ 7നേക്കാൾ ചെറുതാവണം. pH എന്ന് പറയുന്നത് 7 എന്ന് വന്നാൽ ന്യൂട്രലാണ്. ഇനി pH നമുക്ക് 7നേക്കാൾ ചെറുത് വന്നാലാണ് ആസിഡ്. അപ്പോൾ ഇവിടെ ആസിഡ് ആണ്, അതിൻ്റെ അർത്ഥം എന്താ? pH 7നേക്കാൾ താഴെയാണ്. അതുകൊണ്ടാണ് NH4Clൻ്റെ pH 7നേക്കാൾ താഴെയായത്. അപ്പോൾ 7നേക്കാൾ താഴെയാവാൻ കാരണം എന്താണെന്ന് ചോദ്യം. NH4Cl വെള്ളത്തിലിട്ടപ്പോൾ, വാട്ടറിലിട്ടപ്പോൾ, ഇത് വെള്ളത്തിലിട്ടപ്പോൾ pH 7നേക്കാൾ താഴെയായി. 7നേക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ അത് ആസിഡ് ആയതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കണ്ട ആസിഡ് എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ ടു അസറ്റിക് ആസിഡ് ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. ഇവരെ അസറ്റിക് ആസിഡ് എടുത്തു, അസറ്റിക് ആസിഡിലേക്ക് അസറ്റേറ്റ് അയോണിനെ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ടഫായി തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇവരെന്താ ചെയ്തത്? അസറ്റിക് ആസിഡ് എടുത്തു. ഈ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH ആണ്. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COO പ്ലസ് H+ എന്ന് കിട്ടും. ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്സും ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത് മൈനസ് ഇത് പ്ലസ്സും ആണ്. അപ്പോൾ ഇവർ പറയുന്നു ഇതാണ് അസറ്റിക് ആസിഡ്, ഇതിലേക്ക് അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അസറ്റേറ്റ്. ഇവർ ഏതോ ഒരു അസറ്റേറ്റ് അയോൺ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്തു. വീണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? CH3COOയുടെ എണ്ണം കൂടും. ഇവിടെ കൂടി, ഇത് കുറഞ്ഞു. ഇവരാണ് കൂടുക, ഇവിടെ കുറയും. ഹൈഡ്രജൻ കുറഞ്ഞു, ഇവിടെ വേറെ ആരും വന്നില്ല. ഹൈഡ്രജൻ്റെ ഒരു കൂടെ വേറൊരു തുണയ്ക്ക് വേറൊരാളില്ല എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസ് കുറഞ്ഞു, ഇത് കൂടി. കണ്ട, ഇവർ കൂടും. ഇതേതാ? കോമൺ അയോൺ എഫക്റ്റ് ആണ്. കോമൺ അയോൺ എഫക്റ്റ്. നമ്മൾ എന്താ ഇതിൻ്റെ ആൻസർ ചെയ്ത? അസറ്റിക് ആസിഡ് നമ്മളിവിടെ ഡിസോസിയേറ്റ് ചെയ്തു. അസറ്റിക് ആസിഡ് ആണ് ഇവർ എടുത്തത്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ഇവരെന്തെടുത്തത്? അസറ്റിക് ആസിഡ് എടുത്തു, അതിലേക്ക് അസറ്റേറ്റ് വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ കുറയാൻ കാരണം, ഹൈഡ്രജൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് കൂടി എന്നാണ്. ഈ അസറ്റേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? അയോൺ കൂടി. കോമൺ അയോൺ എഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം: അസറ്റിക് ആസിഡ് അണ്ടർഗോ ഡിസോസിയേഷൻ. ഇത് ഡിസോസിയേറ്റ് ചെയ്തു. അസറ്റേറ്റ് അയോൺ ആഡഡ്. അസറ്റേറ്റ് അയോൺ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് അസറ്റേറ്റ് അയോൺ ഇൻക്രീസസ്. അസറ്റോൺ അയോൺ കൂടി, ഇത് കുറഞ്ഞു. കോമൺ അയോൺ എഫക്റ്റ് ചെയ്താലും മാർക്കായി. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയാലും അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കോമൺ അയോൺ എഫക്റ്റ്, ബഫർ സൊല്യൂഷൻ, ഇതൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആ പേപ്പറിൽ തന്നെ നോക്കാം. സ്റ്റേറ്റ് ലേ ചാറ്റ്ലിയർസ് പ്രിൻസിപ്പിൾ. കണ്ടോ, എന്താണ് ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് നമ്മളോട് എഴുതാനാണ്. നേരത്തെ ഞാൻ തന്നു, ഡെഫിനേഷൻ പഠിക്കണം. അതേപോലെ നമുക്കൊരു റിയാക്ഷൻ തന്നു, ഇതിൻ്റെ KP എഴുതാനാണ്. KP എല്ലാം ഗ്യാസിലാണ്, KC അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. KP എഴുതാനാണ് പറയണേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നന്നായി ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ്: CH4 + H2O gives CO + 3H2. എല്ലാം ഗ്യാസ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇതിൻ്റെ KP എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ KP എഴുതാൻ പറഞ്ഞാൽ ഒന്നുമില്ല. KP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ബേസിസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ നിങ്ങളിവിടെ ബ്രാക്കറ്റിന് ഇപ്പോൾ KC എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കും. കോൺസെൻട്രേഷൻ C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ബ്രാക്കറ്റ് കൊടുക്കും. KP എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രാക്കറ്റ് കൊടുക്കരുത്, ഈ കോൺസെൻട്രേഷൻ കൊടുക്കരുത്, ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കരുത്. ഇതിന് പകരം PP എന്ന് വേണം എഴുതാൻ. P എന്ന് എഴുതിയിട്ട് ആദ്യം CO, പ്രൊഡക്റ്റ് CO, പിന്നെ P എന്ന് എഴുതിയിട്ട് പിന്നെ H2, ആ 3 എന്നുള്ള നമ്പർ മുകളിൽ എഴുതുക. ഇനി P എന്ന് എഴുതുക, എന്നിട്ട് അടുത്ത ആൾ CH4, എന്നിട്ട് P എന്ന് എഴുതുക, എന്നിട്ട് H2O. ഇങ്ങനെയാണ്. മറ്റേത് KC എന്ന് പറയുമ്പോൾ അപ്പം നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇടുക ചെയ്യുക. ബ്രാക്കറ്റ് KC. KP എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് അല്ല, PPP എന്ന് കൊടുക്കുക കേട്ടോ. അതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ ഈ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതുക, KP എഴുതുക. അത് കഴിഞ്ഞു. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇവരൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്.
CH4+, ഇതേ റിയാക്ഷൻ തന്നെയാണ്. ഡിസ്ക്രൈബ് ദ എഫക്റ്റ് ഓഫ് ഫോളോയിങ്. ഇതിൽ പ്രഷർ കൂടിയാൽ എന്താ സംഭവിക്കുക, ഇതിൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? ഇത് ലേ ചാറ്റ്ലർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. CH4 തന്നു, ഗ്യാസ് ആണ്. H2O തന്നു, ഗ്യാസ് ആണ്. CO തന്നു, അതും ഗ്യാസ് തന്നെയാണ്. 3H2 തന്നു, അതും ഗ്യാസ് ആണ്. ഇനി ഇവർ പറയാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഇവർ എന്ത് ചെയ്തു, ഇതൊരു ഈക്വിലിബ്രിയത്തിൽ പോവാണ്, ഈക്വിലിബ്രിയത്തിലാണ്. അപ്പോഴാണ് നമ്മൾ അവിടെ പോയിട്ട് ചേഞ്ച് വരുത്താൻ പോകണത്. ലേ ചാറ്റ്ലർ പ്രിൻസിപ്പിൾ, whenever there is a change in concentration, pressure or temperature, the system will readjust. ആ സിസ്റ്റം വീണ്ടും റീഅഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പോയിട്ട് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി, ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി. ഇങ്ങനെ വന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ, ഇവിടെ ഹീറ്റ് ഒന്നുമില്ല. ഇവിടെ ഹീറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഹീറ്റ് എന്നുണ്ടെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. വേറെ ഇവിടെ ഹീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എന്താ ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്ത് ഹീറ്റ് എന്ന് വന്നാൽ അത് എക്സോ എന്നാണ്. ലാസ്റ്റ് ആ റിയാക്ഷൻ്റെ ലാസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ ΔH എന്നെഴുതിട്ട് നെഗറ്റീവ് എന്നൊക്കെ തന്നാൽ അത് എക്സോതെർമിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സോതെർമിക്. ഇവിടെ എന്താണ്, അങ്ങനെ ഒന്നും തന്നിട്ടില്ല, ഹീറ്റ് ഇല്ല, നെഗറ്റീവ് ഇല്ല, ΔH ഒന്നുമില്ല. അപ്പോൾ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻസിൽ നമ്മൾ പോയിട്ട് ടെമ്പറേച്ചർ കൂട്ടാണ്, നമ്മൾ പോയിട്ട് വീണ്ടും വീണ്ടും ടെമ്പറേച്ചർ കൂട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അത് ചൂട് വലിച്ചെടുക്കുന്നു, ചൂട് അത് കൂടി കൂടി അത് പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മളെപ്പോഴും ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂട് വേണം, അടിയിൽ തീ വേണം. തീ കൂടുമ്പോഴാണ് അത് പ്രൊഡക്റ്റ്, അരി ചോറായിട്ട് മാറുക. തീ കൂട്ടി വെച്ചാലാണ് ചൂട് വലിച്ചെടുത്ത് അവിടെ ചോറാവുക. അതേപോലെ ഇവിടെ എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് ആവശ്യമാണ്. ഹീറ്റ് ഈസ് നീഡഡ്, ടെമ്പറേച്ചർ വേണം. അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഇനിയും കൂട്ടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്താവും, ഫോർവേഡ് ആവും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റായി നമുക്ക് ഇവരെ തന്നുകൊണ്ടേയിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ വേണം, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ വേണ്ട, അത് ബാക്ക്വേർഡ് ആവും. അപ്പം ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ചൂട് വേണം, ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ്. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടരുത്, പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ പുറത്ത് ഓൾറെഡി ചൂട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടരുത്. ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒന്ന് എൻഡോതെർമിക് ആണെങ്കിൽ ഫോർവേഡും, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, എക്സോതെർമിക് ആണ് എങ്ങനെ മനസ്സിലാക്കുക, ലാസ്റ്റ് പ്ലസ് ഹീറ്റ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ΔH = നെഗറ്റീവ് എന്നൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ എക്സോതെർമിക് ആണ്, എക്സോതെർമിക്കിന് ടെമ്പറേച്ചർ വേണ്ട. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ബാക്ക്വേർഡായി നടക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അപ്പോൾ ഫോർവേഡ്, എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അപ്പോൾ ബാക്ക്വേർഡ്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ബി ക്വസ്റ്റ്യൻ. ഇവരവരുടെ പ്രഷർ കൂട്ടി, ഇവിടുത്തെ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് അടുത്ത് പറയുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നോക്കുക, CH4 H2O ഇതാണ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് എങ്ങനെ പ്രഷറിൻ്റെ സംഭവം നോക്കാം. ഇവിടെ എത്ര CH4 ഉണ്ട്, ഒരു CH4, ഒരു H2O. ഇവിടെ ഒരു CO, 3 H2O എന്ന് പറഞ്ഞാൽ ഇവിടെ 2ഉം ഇവിടെ 4ഉമാണ്, 2ഉം 4ഉം. ഇവിടെ കുറവും ഇവിടെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇനി ഇവിടെ ഓൾറെഡി കൂടുതലാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കൂടുതലാണ്. ഇതിലേക്ക് നമ്മൾ ഇനി പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ, പ്രഷർ അവർ കൂട്ടി എന്നാണ് പറയണത്, അപ്പോൾ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പം ഇങ്ങനെ എഴുതുക, ഇവിടെ എത്ര ആളുണ്ട് നോക്കുക, ഇവിടെ എത്ര ആളുണ്ട് നോക്കുക. പ്രഷർ കൂട്ടിയാൽ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോവും എന്ന് പറഞ്ഞാൽ 4-ന്ന് 2ലേക്ക് പോകും, ബാക്ക്വേർഡ്. അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ഇപ്പം ഇവിടെയാണ് 4, ഇപ്പം ഇങ്ങനെയാണ് 4 ഇവിടെ 2 ഇവിടെ നിന്നാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഫോർവേഡ്, ഇത് ബാക്ക്വേർഡ്. ആ ക്വസ്റ്റ്യൻ അത്രയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്,
ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താ പറയുക, കെ പി ഇസ് ഈക്വൽ ടു, അത് എത്രയോ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നു, ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക. ഇവിടെ രണ്ടും 1 3 ആണ്. അപ്പോൾ 3ന് 2, ഇവിടെ 3ഉം ഇവിടെ 2ആണ്. 3 2 കൊടുക്കുമ്പോൾ 1, ഇവിടെ 1 വരും. ഇവിടെ നമ്മൾ പറഞ്ഞു ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കിക്കോ. H2O, NH3, BCl3, H+. ഇതിൽ ആരൊക്കെയാണ് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ്? നമുക്കറിയാം NH3 എന്ന് പറയുന്ന ആൾ ആരാണ്? ലൂയിസ് ബേസ് ആണ് അല്ലേ? ലൂയിസ് ബേസ് ആണ് NH3. നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല, ലൂയിസ് ബേസ് ആണ്. ഇനി അടുത്തത് ആരാണ് നമുക്ക് തന്നിട്ടുള്ളത്? നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് NH3 ലൂയിസ് ബേസ് ആണെന്ന് മനസ്സിലായി. ഇനി ലൂയിസ് കൺസെപ്റ്റ് നോക്കുക. ലൂയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസുകളെ വാങ്ങിയാൽ അത് ലൂയിസ് ആസിഡ് ആണ്. ഇലക്ട്രോൺസുകളെ വാങ്ങണം. അപ്പോൾ ഇവിടെ നോക്കുക, H+ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 നമ്പർ. ആ 1ൽ തന്നെ അതിന് പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി. അപ്പം അതിന് ഒരെണ്ണം കൂടി കിട്ടണം. അത് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഈ ആള് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരെണ്ണം കൂടി തായോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ആരാണ്? ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, ഇത് ലൂയിസ് ആസിഡ് ആണ്. ഇനി BCl3 നോക്കാം. BCl3 ബോറോണിന്റെ നമ്പർ നമ്മൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ 5 ആണ്. 5, അതായത് 2 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ കൂടെ ഇനിയും ഇലക്ട്രോൺസ് വേണം. അത് കാത്ത് നിൽക്കുകയാണ് അല്ലേ? 3 ക്ലോറിനും കൂടിയൊക്കെ വന്നു, പക്ഷെ കാര്യമില്ല, 6 ആവുള്ളൂ. 2 എണ്ണം കൂടി തായോ എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇലക്ട്രോൺസ് വേണം. അപ്പം അതും എന്തുതന്നെയാണ്? ലൂയിസ് ആസിഡ് ആണ്. അപ്പം ആരൊക്കെ ലൂയിസ് ആസിഡ്? BCl3 ആൻഡ് H+. ഇത് ലൂയിസ് ബേസ് ആണ്. H2Oയും ലൂയിസ് ബേസ് ആണ് കേട്ടോ. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. H2Oനെ നമുക്ക് എങ്ങനെ നോക്കാം? H2O നടുവിൽ, H ഇവിടെ, ഓക്സിജൻ നമ്പർ 8 ആണ്. 2 6. അപ്പോൾ ഇതാ 1 2 3 4 5 6 ആണ്. ഇലക്ട്രോൺസ് അവിടെ വെറുതെ കിടക്കുക. എൻ്റെ കയ്യിൽ കുറേ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് പൊക്കോ, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ് ഇവർ. ഇലക്ട്രോൺസ് പൊയ്ക്കോളൂ, ഡോണറാണ്. അപ്പോൾ ഇത് ലൂയിസ് ബേസ് ആണ്. ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ H2O എന്ന് പറയുമ്പോൾ H2O എന്ന് വരച്ച് നോക്കുക. H2Oൻ്റെ നമ്പർ O നോക്കുക. സെൻട്രൽ ആൾ 8 2 6. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. 1 6 പുറത്ത്. 1 2 3 4 5 6. ഇവർ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇനിയും കുറേ ഇലക്ട്രോൺസ് അവിടെ വെറുതെ കെടുക്കുകയാണ്. ഇലക്ട്രോൺസ് അവിടെ വേണ്ട. ഇലക്ട്രോൺസ് ഡോണറാണ്. ഇലക്ട്രോൺസ് കൊടുക്കുന്നതാണ് ലൂയിസ് ബേസ്. NH3യും ഇതുപോലെ നമുക്ക് നോക്കാം. N-ഉം H. നൈട്രജൻ നമ്പർ 7 ആണ്. അപ്പോൾ 2 5 ആണ്. 3 എണ്ണം ഇവിടെ പോവും, 2 എണ്ണം ഇവിടെ വെറുതെ കിടക്കും. അപ്പോൾ ഇവർ രണ്ടാളും H2Oയും NH3യും പഠിച്ചു വെക്കും. ഇങ്ങനെ വരച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. H2Oയും NH3യും ഇലക്ട്രോൺസ് ഒരുപാടാണ്. അത് ലൂയിസ് ബേസ് ആണ്. ഇലക്ട്രോൺസ് വേണ്ട, അതിൽ ബാക്കി കിടക്കുകയാണ്. പക്ഷേ BCl3 H+ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇലക്ട്രോൺസ് വേണം. അവർ കാത്തിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ആക്സെപ്റ്റഡ് ആണ്. ആസിഡ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആസിഡ്. അപ്പോൾ ഇവർ രണ്ടാളും ലൂയിസ് ആസിഡ്, ഇവർ രണ്ടാളും ലൂയിസ് ബേസ്. എങ്ങനെ നോക്കാമെന്ന് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ തന്നെ വന്നിട്ടുള്ള അടുത്തൊരു ചോദ്യം, നമ്മൾ പറഞ്ഞ മോഡലൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ചോദ്യം, ശ്രദ്ധിച്ച് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ സാമ്പിൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് തന്നിട്ടുണ്ട്. ഇതിന് pH കാണാം. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബെയർ? അതുപോലെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ ഇവരുടെ കോൺജുഗേറ്റ് ബേസ് എഴുതണം. നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ തന്നു. 3.8 × 10⁻³ മോളാർ. ഇതിന് pH കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? pHൻ്റെ ഇക്വേഷൻ എഴുതിക്കോ. -log കോൺസെൻട്രേഷൻ ഓഫ് H+. കഴിഞ്ഞു. സോ pH കണ്ടുപിടിക്കാൻ പറഞ്ഞു. -log ബ്രാക്കറ്റിൽ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് കുത്തുക.
നമുക്കിതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് വരെ 2.42. ഇതാണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഞാൻ ഓൾറെഡി നേരത്തെ തന്ന ഡെഫിനിഷൻസിലുണ്ട്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഇതാട്ടോ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് പെയർ, ആസിഡ് ബേസിൻ്റെ ഒരു പെയർ വിച്ച് ആർ ഡിഫർ ബൈ പ്രോട്ടോൺ. ഒരാൾ അവർക്ക് വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതിലത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കോൺജുഗേറ്റ് ബേസ് എഴുതാനാണ്. കോൺജുഗേറ്റ് ആസിഡ് അല്ല, കോൺജുഗേറ്റ് ബേസ് എഴുതണം. ഒന്ന് H2CO3യുടെയും ഒന്ന് HFൻ്റെയാണ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? H+ കൂട്ടണം. നമ്മളെ ക്വസ്റ്റ്യനിലെ കോൺജുഗേറ്റ് ആസിഡ് എഴുതൂ, കോൺജുഗേറ്റ് ആസിഡ് എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ രണ്ടാളുടെയും കൂടെ H+ എന്ന് പറയുന്ന ആളെ കൂട്ടും. പക്ഷെ ഇവിടെ കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പം എന്താ ചെയ്യുക? H+ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുക. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ്. H+ കൂട്ടിയാൽ കോൺജുഗേറ്റ് ആസിഡ്, H+ കുറച്ചാൽ കോൺജുഗേറ്റ് ബേസ്. ഇവിടെ എന്തുണ്ടാവുക? 2 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, അതിൽ നിന്ന് ഒരെണ്ണം പോയാൽ ഒരൊറ്റ ഹൈഡ്രജൻ. ഇവിടെ പ്ലസ് ഉണ്ട്, അപ്പോൾ ഇവിടെ മൈനസ് വന്നാലാണ് 0 ന്യൂട്രൽ ആവുള്ളൂ. ഇനി ഇവിടെ HFന്ന് ഇതാണ് HF, ഇതിന് ഒരു ഹൈഡ്രജൻ കളഞ്ഞാൽ ബാക്കി ഒരു F, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു മൈനസ്. കഴിഞ്ഞു. ഇതാണ് കോൺജുഗേറ്റ് ബേസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കോൺജുഗേറ്റ് ആസിഡ് ഏതാ, കോൺജുഗേറ്റ് ബേസ് ഏതാ ചോദിക്കാറുണ്ട്. ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ്, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ബഫർ സൊല്യൂഷൻ, റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് അസിഡിക് ബഫർ. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ aqueous solution of following salt into acidic, basic and neutral. അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നാണ് ചോദ്യം. സൊല്യൂഷൻ ഓഫ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം NaCl ആണ്, പിന്നെ NaCN ആണ്, NH4NO3 തന്നിട്ടുണ്ട്, പിന്നെ CH3COONA ഉണ്ട്. ഇങ്ങനെ 4 ആൾക്കാരുണ്ട്. നമുക്ക് ഓരോരുത്തരും നോക്കാം. ആദ്യം NaCl എടുത്തോ, NAയും CLും. ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ ഇത് കോൺജുഗേറ്റ് ആസിഡോ ബേസോ ഒന്നുമല്ല, സിമ്പിളായിട്ട് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളൂ. ഇങ്ങനെ തന്നാൽ സൊല്യൂഷൻ ഓഫ് എന്നുണ്ട് കേട്ടോ. സൊല്യൂഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട്. അപ്പം ഇങ്ങനെ ആക്കുക, NaOHും HClഉം. അപ്പോൾ NaOHും HClഉം ആണ് 2 ആൾക്കാർ. NaOH എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. HCl എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആണ്. ഇത് പഠിച്ചു വെക്കണം. രണ്ടും കൂടി ന്യൂട്രലായി. അപ്പോൾ ഫസ്റ്റത്തെ ആള് ന്യൂട്രലാണ്. NaCl ആരാന്ന് നമുക്ക് കിട്ടി? NaCl എന്താണെന്ന് കിട്ടി ചെയ്തു വന്നപ്പോൾ ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രൽ എന്നുള്ള കാറ്റഗറിയിലേക്ക് പോയി NaCl. അടുത്ത ആളെ നോക്കാം, NaCN. അപ്പോൾ Na എഴുതിക്കോ, CN എഴുതിക്കോ. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ NaOH ഉണ്ട്, NaOH ഉണ്ട്, HCN ഉണ്ട്. ഓക്കെ, NaOH എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, മറ്റേത് വീക്കായിരിക്കും. അപ്പോൾ സ്ട്രോങ് ബേസ്. അപ്പോൾ ഇതാരായി? ബേസിക് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോയി. സ്ട്രോങ് ആരാന്ന് വന്നാൽ മതി. ഇത് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ മറ്റേ ആള് HCl എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആസിഡോ ബേസ് എന്തോ ആവട്ടെ, സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു ബേസ്. അപ്പോൾ നമുക്ക് അയാൾ എന്ത് കാറ്റഗറിയിലേക്ക് കൊടുക്കാം? ബേസിക്. അപ്പോൾ ആദ്യത്തെ NaCl ന്യൂട്രലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്ന്. അപ്പോൾ ആദ്യത്തെ ആൾ നമുക്ക് കിട്ടി ന്യൂട്രൽ, രണ്ടാമത്തെ ആൾ ബേസിക് എന്ന് കിട്ടി. മൂന്നാമത്തെ ആൾ NH4NO3 എന്നാക്കുക, 2 പീസാക്കുക. വെള്ളമുണ്ട്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം. NH4OH ഞാൻ നേരത്തെ പറഞ്ഞു. NH4OH എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ പേജിൽ തന്നു എക്സാമ്പിൾ. ഇത് വീക്ക് ആസിഡ് ആണ്, വീക്ക് ബേസ് ആണ്. വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ആരാ? HNO3 എന്ന് പറയുന്ന ആൾ ആരാ? നമുക്ക് തന്ന ലിസ്റ്റിലുണ്ട്, ഞാൻ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിച്ച ലിസ്റ്റിലുണ്ട്. HNO3 ആരാ? സ്ട്രോങ് ആസിഡ്. കണ്ട, HNO3 എന്ന് പറയുന്ന ആള് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ്. അപ്പോൾ ഒന്നും നോക്കണ്ട, സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ആസിഡ് ഇതിനെ എന്ത് കാറ്റഗറിയിൽ പെടുത്താം? ആസിഡ്. അപ്പോൾ ഈ ആള് ആസിഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ആൾ ന്യൂട്രൽ, രണ്ടാമത്തെ ആൾ ബേസിക്, മൂന്നാമത്തെ ആൾ ആസിഡ്. ഇനി ഇതും കൂടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് CH3COO ഒരു പീസാക്കുക,
എന്നെ ഒരു പീസാക്കുക, എച്ചും ഒ എച്ചും ഒരു പീസാക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ CH3COOയും OHും ഇവിടെ ഒരു ഒ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഒ ഇവിടെ കൊടുക്കുക, ഇയാൾക്ക് കൊടുക്കുക. അപ്പം ഇവിടെ CH3COO, ഇനി ഒ വേണ്ട, ഇവിടെ ഓൾറെഡി OH എന്നുണ്ട്, ആ ഓനെ ഇപ്പുറത്ത് കിട്ടും, ഇങ്ങനെ കയറും. എന്നിട്ട് NaOH എന്ന് ഫോം ചെയ്യൂ കേട്ടോ. ഈ CH3COO എന്ന് പറയുന്നത് എന്താണ്, ഒരു NaOH ഉണ്ട് കേട്ടോ. ഇതൊരു വീക്ക് ആയിട്ടുള്ള ആളാണ്, ഇത് സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതെന്തായി, സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഇയാൾ ബേസിക് ആയിട്ട് മാറും കേട്ടോ. CH3COOH ആരാന്ന് നോക്കുക, തന്ന ലിസ്റ്റ് പഠിക്കണം, എല്ലാവരും പഠിക്കണം. CH3COOH വീക്ക് ആസിഡും പക്ഷേ NaOH സ്ട്രോങ് ബേസും ആണ്. ഒന്ന് വീക്ക് ആസിഡാണ്, ഇത് വീക്ക് ആസിഡാണ്, സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ബേസിക്. അപ്പോൾ ഇയാൾ ന്യൂട്രൽ, ഇത് ബേസിക്, ഇത് ആസിഡ് ആൻഡ് ഇത് ബേസിക്. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ചെയ്തോളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതാ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുണ്ട്. റൈറ്റ് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്. എന്താണ് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്, അത് പഠിക്കണം. ഡിഫൈൻ pH എന്താ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും പറയുന്നില്ല. പിന്നെ ഇതാ വീണ്ടും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. എന്താ ബഫർ സൊല്യൂഷൻ, എക്സാമ്പിൾ ഓഫ് അസിഡിക് ബഫർ, ബേസിക് ബഫർ, വാട്ട് ഈസ് കോമൺ അയോൺ എഫക്റ്റ്. കണ്ടോ, കുറേ ക്വസ്റ്റ്യൻസ് ആണ് പിന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യണേ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. പിന്നെ KP എഴുതുക, KC എഴുതുക, അതും വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റൊരു ചോദ്യം നോക്കിക്കോ. നമുക്കൊരു റിയാക്ഷൻ തന്നു, അതിൽ QC വലുതാണ് KCനേക്കാൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. QC വലുതാണ് KC എന്ന് പറഞ്ഞാൽ കുറേ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായി, അതായത് ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ കൂടി എന്നർത്ഥം. അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാ, ബാക്കിലേക്ക്. അപ്പോൾ ബാക്ക്വേർഡ്, റിവേഴ്സ് ആവണം. അപ്പോൾ എവിടെയെങ്കിലും QC വലുതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സൈഡ് വലുതായി എന്നാണ് കേട്ടോ, പ്രൊഡക്റ്റിൻ്റെ സൈഡ് വലുതായി. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകും, റിവേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു റിയാക്ഷൻ തന്നു, ഇതിൽ പ്രഷർ ടെമ്പറേച്ചറിൻ്റെ ഒക്കെ എഫക്റ്റ് എന്താണെന്ന് എഴുതാം. അത് നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടി കൺസെപ്റ്റ് ക്ലിയർ ആവാൻ നല്ലതാണ്. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നു, N2 + 3H2 2NH3. ഇനി പറയുകയാണ് ഇവിടെ തന്നിട്ടുണ്ട് ΔH തന്നു -92.3 നെഗറ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ഒന്നാമത്തെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നോക്കാം. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടാൻ പോവാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കും, ഇത് എക്സോതെർമിക് ആണെന്ന് ആദ്യം നമ്മൾ എഴുതി വെക്കണം. കാരണം നെഗറ്റീവ് വന്നാൽ ഇത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് റിയാക്ഷന് ടെമ്പറേച്ചർ വേണ്ട, അപ്പോൾ എന്ത് നടക്കും, ബാക്ക്വേർഡ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എക്സോതെർമിക് റിയാക്ഷനിലെ ബാക്ക്വേർഡ് റിയാക്ഷനാണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷനുമാണ് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ പ്രഷറിൻ്റെ എഫക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, പ്രഷർ ഇവിടെ 1ഉം ഇവിടെ 3ഉമാണ്. ഇവിടെ ഒരാൾ, ഇവിടെ 3 ആൾ, മൊത്തം 4 ആളാണ് ഈ സൈഡിൽ, ഇവിടെ 2 ആളും. അപ്പോൾ 4ഉം 2ഉം. ഇവിടെ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതിയാൽ കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പോൾ ലേചാറ്റ്ലെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും, പ്രഷർ, ടെമ്പറേച്ചർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ അതിലും ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ KC എഴുതുക, KP എഴുതുക, ബഫർ സൊല്യൂഷൻ എന്താ, അസിഡിക് ബഫർ എന്താണ്, കോൺജുഗേറ്റ് ആസിഡ് എഴുതുക, കോൺജുഗേറ്റ് ബേസ് എഴുതുക, ലൂയിസ് ആസിഡ് എഴുതുക, ലൂയിസ് ബേസ് എഴുതുക, അത്തരം ക്വസ്റ്റ്യൻസ്. pH എന്ന് പറഞ്ഞാൽ എന്താ, pH കണ്ടുപിടിക്കൂ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അരീനിയസ് ആസിഡ് എന്താ, അരീനിയസ് ബേസ് എന്താ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാലും അതിലൊക്കെ ഇതേ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ അതിൽ ബഫർ സൊല്യൂഷൻ, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലെടുത്ത എല്ലാതും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം.
ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലുള്ളതെല്ലാം തന്നെ പഠിക്കുക. അപ്പോൾ വീക്ക് ആസിഡ്, വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിക്കണം. ലൂയിസ് കൺസെപ്റ്റ്, അറീനസ് കൺസെപ്റ്റ്, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്, pH, കോമൺ അയോൺ എഫക്റ്റ്, ബഫർ സൊല്യൂഷൻ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പവർ, ആസിഡ് ബേസിക് പെയർ, അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ, ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ഇതൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്ര തന്നെയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നതുള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മാറി മാറി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ വിട്ട് കളയരുത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.